ആകാശവാണിക്ക് ഒരു കാലത്തേക്ക് നമ്മളൊരു ഓർമ്മ കൊണ്ടുപോവാണ്. നമ്മൾ ഈ കണ്ടതും കെട്ടതും എന്ന് പറയുന്ന ഒരു പരിപാടി ആകാശവാണിയിൽ എല്ലാ കാലത്തും ഉണ്ട്. അതിൻ്റെ ഒരു സിഗ്നേച്ചർ ട്യൂണൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മുടെ കാതിലൊക്കെ ഇങ്ങനെ ഉണ്ട്. എക്കാലത്തെയും ഹിറ്റായിരുന്നു. പിന്നെ അതൊരു നൊസ്റ്റാൾജിയാണ്, അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അത്തരം കാര്യങ്ങളല്ല. എന്താണ്, ശബ്ദം മാത്രമല്ല, കണ്ടതും കേട്ടതും വന്നതും പോയതും ഒക്കെ നമുക്ക് പകർത്തിയെടുക്കാം. അതിന് നമ്മുടെ ക്യാമറയുണ്ട്. ഈ ക്യാമറാമാന് പോകാൻ പറ്റാത്ത ഇടങ്ങളിലാണെങ്കിൽ അവിടെ ഇപ്പോൾ ആവശ്യത്തിന് CCTV ഉണ്ട്. അപ്പോൾ അത്തരമൊരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്, കണ്ടതും കേട്ടതും. അതായത് വോട്ടിംഗ് മെഷീനും പോസ്റ്റ് മെഷീനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചിലപ്പോൾ കാണും. ഭാരത് റൈസും കേരള റൈസും തമ്മിൽ മാറ്റുരയ്ക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അവിടെ എന്തും സംഭവിക്കാം. അപ്പോൾ പോസ്റ്റ് മെഷീനിലെ റേഞ്ച് കിട്ടാൻ കാത്തിരിക്കുന്ന ഏതാനും ആളുകളുടെ അടുത്തേക്കാണ് നമ്മൾ ഇനി യാത്ര പോകുന്നത്. കാഞ്ഞങ്ങാട് മേലാങ്കോട് ഗ്രാമഫോണിലെ പാട്ടൊക്കെ കേട്ടാണ് ഒരു റേഷൻ കടയുടെ പ്രവർത്തനം. അതിന്റെ കാഴ്ചകളിലേക്കാണ്. ഈ കാസർഗോഡ് ചൂട് നല്ല കൂടുതലാ, പക്ഷെ തെരഞ്ഞെടുപ്പിനൊന്നും ചൂട് പോരല്ലോ. എന്താ സംഭവം? തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തുടങ്ങിയല്ലോ. ഇത് പാർട്ടികളും പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇതായില്ലല്ലോ. റേഷൻ കടയിൽ പോരണ്ടോ? റേഷൻ കട മിഞ്ഞാന്ന് പോയതാ. നിശ്ചന്ത കാരണം തിരിച്ചു പോകേണ്ടി വന്നു വീട്ടിൽ. ഈ പോസ്റ്റ് മെഷീനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കും. നിരവധി ആൾക്കാരാ റേഷൻ കട വന്ന് തിരിഞ്ഞ് മടങ്ങി പോകുന്ന ആൾക്കാർ. കാഞ്ഞങ്ങാടേ ഒരു റേഷൻ കടയിൽ ഗ്രാമഫോണൊക്കെ വെച്ചിട്ടാണ് പാട്ട് വെച്ചിട്ട് പോസ്റ്റ് മെഷീനിലും തകരാറിനെ പരിഹരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയാലോ? പോവാലോ. നമ്മൾ ഈ മേലങ്കോട്ട് റേഷൻ കടയിൽ എത്തി, ഒന്ന് പോയി നോക്കട്ടെ. നമ്മൾ ആ ഗ്രാമഫോണിലെ റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട്. ചേട്ടാ, തിരക്കുണ്ടോ? നെറ്റ്വർക്ക് ഭയങ്കര കംപ്ലൈൻറ്റ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. തിരക്ക് നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ. പോസ്റ്റ് മെഷീനെ തെരഞ്ഞെടുപ്പിന് ബാധിക്കുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. തീർച്ചയായിട്ടും ബാധിക്കും. പിന്നെ ജനങ്ങൾ തന്നെ 3-4 പ്രാവശ്യം വരുന്നുണ്ട് റേഷൻ കടയിലേക്ക് റേഷൻ വാങ്ങാൻ. അപ്പോൾ അവർ ചോദിക്കുന്നു, ഇത് ഇത്രയും കാലമായിട്ട് പോസ്റ്റ് 5 വർഷമായിട്ടും പോസ്റ്റ് നിങ്ങൾക്ക് നേരാക്കാൻ പറ്റിക്കാൻ ചോദിക്കുന്നുണ്ട്. ഈ മെഷീൻ കംപ്ലൈൻ്റ് ആവുന്നത് ബുദ്ധിമുട്ടാവും. നമ്മൾ കുറേ നേരമായി വന്നിട്ട് മെഷീൻ കംപ്ലൈൻ്റ് ആവുന്നത് ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്കിപ്പോൾ സമയത്തിന് ഇപ്പോൾ സാധനങ്ങളെല്ലാം കടയിലെത്താൻ അല്ലേ ആൾക്കാർ വന്ന് പോകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു പ്രശ്നമുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അടുത്ത് ആവശ്യത്തിനുള്ള കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അതിപ്പോൾ തീരുന്നവരെ നമുക്ക് കൊടുക്കാൻ പറ്റും. മാമ ഇതെന്തെന്ന് ചോദിക്കും. അവർ പറയുമ്പോൾ ഇത് പാട്ടുപെട്ടി എന്ന് പറയും. പണ്ടൊരു പാട്ടുപെട്ടി എന്ന് പറയും. അപ്പോൾ വരുന്ന തലമുറയ്ക്ക് ഒരു അറിവ് പകരുന്ന രീതിയായി, പഴയ തലമുറയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി. ഇത് മടങ്ങി പോകുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് 10 മിനിറ്റ് ഇരിക്കാമല്ലോ. അതുകൊണ്ട് നല്ലതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുള്ളൂ. പോസ്റ്റ് മെഷീനിലെ തകരാറ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് പൊതുജനാഭിപ്രായം. അഭിലാഷ് പള്ളിക്കരയ്ക്കും വിജീഷിനുമൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. നമ്മുടെ റേഷൻ കടകളിൽ മസ്റ്ററിങ്ങിന് വേണ്ടി 3 ദിവസം അടച്ചിട്ടു. അവസാനം മസ്റ്ററിങ് നടന്നില്ല, റേഷനും കിട്ടിയില്ല, ആകെ പാളി. അപ്പോൾ ഇന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു ഇനിയിപ്പോൾ മസ്റ്ററിങ് മാറ്റിവെക്കാം, റേഷൻ കൊടുക്കാമെന്ന്. അപ്പോൾ തൽക്കാലം റേഷൻ കിട്ടുന്ന അവസ്ഥ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പോസ്റ്റ് മെഷീന്റെ തകരാറ് അപ്പോഴും പറഞ്ഞു സെർവർ പ്രശ്നമാണെന്ന്. മസ്റ്ററിങ് വന്നു, അപ്പോഴും പറഞ്ഞു സെർവർ പ്രശ്നമാണെന്ന്. എന്തൊരു സെർവറാണത്? കാരണം ഈ സംവിധാനം മൊത്തത്തിൽ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളും
വിരളമല്ല. അവർ ചോദിച്ചു തുടങ്ങി. പക്ഷേ റേഷൻ കിട്ടുക എന്നുള്ളതാണല്ലോ പ്രധാനം. സർവർ ആണെങ്കിലും ശരി, മസ്റ്ററിംഗ് നടന്നാലും ശരി, ഈ പോസ്റ്റ് മിഷൻ ആണെങ്കിലും ശരി, റേഷൻ കിട്ടണമല്ലോ. അത് നടക്കുന്നില്ല, അതാണ് പ്രശ്നം. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.